മന്ത്രകോടി. രചന അവതരണം മിത്രവിന്ദ. വിവാഹനിശ്ചയ ചടങ്ങാണ് നാളെ. ലച്ചുവും അശോകും അതീവ സന്തോഷത്തിലാണ്. ഒടുവിൽ തങ്ങളുടെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ വന്നു ചേർന്നതിൽ ഇരുവർക്കും അതീവ ആഹ്ലാദമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അവരുടെ കുടുംബങ്ങളും. അശോകനെ ഒരുപാട് ഇഷ്ടമായിരുന്നു മാധവ വാര്യർക്കും ഭാര്യ രമയ്ക്കും. ചെറുപ്പം മുതലേ അവരറിയുന്ന പയ്യനാണവൻ. അതുകൊണ്ട് തങ്ങളുടെ മകൾക്ക് അശോക് ഭർത്താവായി വരുന്നതിൽ ആ അച്ഛനും അമ്മയ്ക്കും സന്തോഷം മാത്രമേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇരു വീട്ടുകാരും സന്തോഷത്തിൽ മതിമറന്നാണ് നിൽക്കുന്നത്. ശോഭയുടെ ആഗ്രഹം പോലെ തന്നെ ലച്ചു ഒടുവിൽ അവരുടെ മരുമകളായി വന്നു ചേരാൻ പോകുന്നു. സരസ്വതിയും ഗുപ്തൻ നായരും നന്ദകിഷോറും കൂടി തലേദിവസം വൈകിട്ട് എത്തിച്ചേർന്നു. നന്ദനെ കണ്ടപ്പോൾ എല്ലാവർക്കും അവനെ അഭിമുഖീകരിക്കാൻ ഒരു വിഷമം. പക്ഷെ അവൻ വളരെ ആഹ്ലാദത്തിലാണ്. അശോകനെ കണ്ടതും നന്ദൻ അവനെ കെട്ടിപ്പുണർന്നുകൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചു. സോറിടാ, സത്യം പറഞ്ഞ നിന്നോട് പലവട്ടം പറയണമെന്ന് കരുതി. പക്ഷേ എന്തോ അത് സാധിച്ചില്ല. റിയലി സോറി. ഏയ്, ഇറ്റ്സ് ഓക്കെ മാൻ. നന്ദൻ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി. ബാലകൃഷ്ണനും ശോഭയ്ക്കും സരസ്വതിയെ കണ്ടപ്പോൾ ആദ്യം ഒത്തിരി വിഷമം. എന്നാൽ സരസ്വതി അതൊന്നും കാര്യമാക്കിയില്ല. ഞങ്ങൾക്ക് വിധിച്ച പെൺകുട്ടി സമയമാകുമ്പോൾ എത്തിച്ചേരുമെന്ന് പറഞ്ഞ് അവർ തൻ്റെ സഹോദരനെയും ഭാര്യയെ നോക്കി പുഞ്ചിരിച്ചു. ചായ സൽക്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഉമ്മറത്തിരിക്കുവാണ്. നീലിമയും ഭർത്താവും അവളുടെ വീട്ടുകാരുമൊക്കെ രാത്രിയിലെത്തും. നീലിമയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെക്കുറിച്ച് വാ തോരാതെ സംസാരിക്കുവാണ് ശോഭ. പെട്ടെന്നായിരുന്നു മാധവ വാര്യർ എന്തോ ആവശ്യത്തിനായി ബാലനെ ഫോൺ ചെയ്തത്. ഭാര്യയോട് സംസാരിച്ചുകൊണ്ട് ബാലൻ വെളിയിലേക്ക് ഇറങ്ങി. ആ സമയത്താണ് സരസ്വതിക്ക് ഒരാഗ്രഹം തോന്നിയത്. ലച്ചുവിൻ്റെ വീട് വരെ ഒന്ന് പോകണം. അവരത് അറിയിച്ചപ്പോൾ ഗുപ്തൻ നായർ എതിർത്തു. എന്തിനാ ഇത്ര തിടുക്കത്തിൽ പോന്നേ? കുട്ടിയെ നാളെ കാണാലോ. ആയിക്കോട്ടെ, എന്നാലും എനിക്കൊന്ന് പോകണം, പെട്ടെന്ന് മടങ്ങാം. സരസ്വതി തീർത്തു പറഞ്ഞു. അപ്പച്ചിക്ക് പോകണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ വരെ പോയിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് അശോകും ഇറങ്ങി. അങ്ങനെ അവർ മൂവരും അശോകനോടൊപ്പം ലച്ചുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. വെറുതെ ഒന്ന് പോകുന്നേ ഉള്ളൂ. ഇനി ലച്ചുവിൻ്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ആ കുട്ടിയെ കണ്ട് ഒന്ന് സംസാരിക്കണം, അത്രമാത്രം. കാറിലേക്ക് കയറും മുന്നേ സരസ്വതി തൻ്റെ സഹോദരനായ ബാലനോട് പറഞ്ഞു. അവർ പോയതും ശോഭയ്ക്ക് കലി കയറി. ഇതെന്തിനാ ബാലേട്ടാ ഇവരെല്ലാവരും കൂടി പോന്നേ? എന്തോ ഉദ്ദേശമുണ്ട്, എനിക്ക് ഉറപ്പാ. ഒന്ന് പോടി മിണ്ടാതെ. എന്തോന്ന് ഉദ്ദേശം? ആ കണ്ടോ, എന്ത് കാണാൻ? നീ മിണ്ടാതെ കയറി പോകുന്നുണ്ടോ? അയാൾ ഭാര്യയെ നോക്കി വഴക്ക് പറഞ്ഞു. അത് കേട്ടതും ശോഭ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് കയറിപ്പോയി. കഷ്ടിച്ചര മണിക്കൂർ എടുത്തുള്ളൂ. അപ്പോഴേക്കും അവർ ലച്ചുവിൻ്റെ വീട്ടിലെത്തി. പെട്ടെന്ന് എല്ലാവരെയും കൂടി കണ്ടതും മാധവ വാര്യർക്കും ഒരു അസ്വസ്ഥത. എന്നാൽ പുഞ്ചിരിയോടുകൂടിയാണ് സരസ്വതിയും നന്ദനുമൊക്കെ അവരോട് പെരുമാറിയത്. സ്വീകരണ മുറിയിലേക്ക് സരസ്വതിയും ഗുപ്തൻ നായരും പ്രവേശിച്ചു. അപ്പോഴേക്കും ലച്ചു ഇറങ്ങി വന്നു. ആ മോളെ ലച്ചു. സരസ്വതി അവളെ കണ്ടുകൊണ്ട് മെല്ലെ എഴുന്നേറ്റു. മോളെ ഒന്ന് കാണുവാൻ വന്നതാ. അവർ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. സോറി ആൻറ്റി. അവൾ ഒരു വേള വാക്കുകൾ കിട്ടാതെ പരതി. ഇപ്പം ഇങ്ങോട്ടൊന്നും പറയണ്ട. ഈശ്വരൻ വിധിച്ചത് മോളും അശോകവും ഒന്നാകുവാനാ. അതങ്ങനെ തന്നെ നടക്കുകയും ചെയ്യും. ഒരു ടെൻഷനും വേണ്ട. ഹാപ്പി ആയിരിക്കണം കേട്ടോ. മോളെ ഒന്ന് വന്ന് കാണാനും സംസാരിക്കാനുമാണ് ഞങ്ങളിപ്പോൾ വന്നത്. സരസ്വതി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. രമ്യ അപ്പോഴേക്കും അവർക്കൊക്കെ കുടിക്കുവാനായി ചായയും കുറച്ച് പലഹാരങ്ങളും ഒക്കെയായി എത്തി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ ചായ കുടിച്ചിട്ടാണിപ്പോൾ ഇറങ്ങിയത്. കുഴപ്പമില്ല ചേച്ചി, ഒരു ചായ കുടിക്കാനുള്ള ഇടയൊക്കെ ഉണ്ട്. രമ അവരെ നിർബന്ധിച്ച് കൊണ്ടുപോയി സെറ്റിയിലിരുത്തി. സരസ്വതി അവിടെ എല്ലാം ദേവുവിനെ തിരഞ്ഞെങ്കിലും അവൾ ഓരോ ജോലി തിരക്കിലായിരുന്നു. ദേവൂട്ടി എവിടെ? കണ്ടേയില്ല. ഒടുവിൽ അവർ ചോദിച്ചു. അപ്പോഴാണ് പിന്നിലൂടെയുള്ള മുറിയിൽ നിന്നും അവൾ തിടുക്കപ്പെട്ട് വന്നത്. ആകെ വിയർത്തൊലിച്ച അവളെ കണ്ടപ്പോൾ നന്ദൻ അറപ്പ് തോന്നി. ആ ദേവൂട്ടി, മോളിത് എവിടെയായിരുന്നു? അയ്യോ അമ്മേ, എൻ്റെ അടുത്തോട്ട് വരണ്ട, വിയർത്ത് കുളിച്ച് നിൽക്കുക. പെട്ടെന്ന് അവൾ പിന്നിലേക്ക് വലിഞ്ഞു. അതിനെന്താ കുട്ടി? അതിരിക്കട്ടെ, എന്താ ഇത്ര വലിയ ജോലി? ഞാൻ പിറകിലെ തൊടിയിൽ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വിളവെത്തിയത് പെറുക്കിക്കൂട്ടുമായിരുന്നു. ആഹാ,
ഇഷ്ടം മാതിരി ഉണ്ടോ? ഇല്ലെന്നേ, ഒരുപാടൊന്നുമില്ല. നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളുണ്ട്, അത്ര തന്നെ. അതാണ് വേണ്ടത്. വിഷരഹിതമായ ആഹാര സാധനങ്ങൾ കഴിച്ചുകൊണ്ട് ഇനിയെങ്കിലും അടുത്ത തലമുറ വളരട്ടെ. ഗുപ്തൻ നായർ അവളെ പ്രശംസിച്ചു. വേഷം മാറിയിട്ട് ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞ് ദേവൂട്ടി അവിടുന്ന് വേഗം ഇറങ്ങി. അശോകും ലച്ചുവും കൂടി സംസാരിച്ച് നിൽപ്പുണ്ട്. ഗുപ്തൻ നായർക്ക് ഒരു കോൾ വന്നപ്പോൾ അയാൾ അത് അറ്റൻഡ് ചെയ്യാൻ പോയി. ആ സമയം നോക്കി നന്ദൻ മാധവാര്യരെ സമീപിച്ചു. അങ്കിൾ, എനിക്കൊന്ന് സംസാരിക്കണം, അങ്കിളിന് വിരോധമില്ലെങ്കിൽ. അവൻ അയാളോട് ചോദിച്ചു. അതിനെന്താ, വരൂ മോനെ. അയാൾ പെട്ടെന്ന് അവനെയും കൂട്ടി വെളിയിലേക്ക് ഇറങ്ങി. മോനെ നന്ദ, അങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാനും എൻ്റെ കുടുംബവും മോനോട് ക്ഷമ പറയുന്നു. വാര്യരാണെങ്കിൽ ആദ്യം തന്നെ അവനോട് ക്ഷമാപണം നടത്തി. അവനതൊക്കെ ചിരിച്ചു തള്ളി. അങ്കിൾ, സത്യത്തിൽ ലച്ചു അശോകും തമ്മിൽ ഇങ്ങനെയൊരു റിലേഷൻ ഉണ്ടെന്നറിയാതെയാണ് അമ്മയും ഈ പ്രൊപ്പോസൽ മുൻപോട്ട് വെച്ചത്. അതാ ഇത്രയ്ക്ക് പ്രോബ്ലം. പോട്ടെ അങ്കിൾ, കഴിഞ്ഞത് കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ അവരിരുവരും ഹാപ്പിയായല്ലോ, നമുക്കത് മതി. അവൻ വിനയ സ്വരത്തിൽ പറഞ്ഞു. ആ, അശോകിനെ ഞങ്ങൾക്ക് അവൻ്റെ ചെറുപ്പം മുതൽ അറിയാം. നല്ല കുട്ടിയാണ് അവനും. പിന്നെ എൻ്റെ ഉറ്റ സുഹൃത്തായ ബാലൻ്റെ മകനല്ലേ. മോൻ പറഞ്ഞ പോലെ എൻ്റെ മകൾ എന്നും ആ കുടുംബത്തിൽ സന്തോഷവതിയായി കഴിയും. എനിക്ക് ഉറപ്പുണ്ട്. വാര്യരത് പറഞ്ഞപ്പോൾ നന്ദന് കലി കയറി. അയാളുടെ ഒരു സുഹൃത്തും മകനും, വാക്കിന് വില കൽപ്പിക്കാത്ത ചേറ്റകൾ. ഓർത്തപ്പോൾ അവന് അമർഷം ഉള്ളിൽ നിറഞ്ഞു പൊന്തി. എന്നാലും അതൊന്നും പുറത്ത് കാണിക്കാതെ അവൻ സംയമനം പാലിച്ചു. അങ്കിൾ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ മോനെ? അത് പിന്നെ അങ്കിൾ, നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ദേവുവിനെ എനിക്ക് തന്നൂടെ? ഞാനവളെ പൊന്നുപോലെ നോക്കാം. നന്ദൻ പറയുന്ന കേട്ടിട്ട് വിശ്വസിക്കാനാവാതെ ഞെട്ടി നിന്നു പോയിരുന്നു വാര്യർ. ഈ നന്ദനെ പൊട്ടനാക്കിക്കൊണ്ട് ഇവിടെ എല്ലാവരും കൂടി സുഖിച്ചു കഴിയാമെന്ന് സ്വപ്നത്തിൽ പോലും കരുതണ്ട. താനൊന്ന് വിചാരിച്ചാൽ അത് നടത്തുക തന്നെ ചെയ്യും. വാര്യരെ, തൻ്റെ മൂത്ത മകളെ കിട്ടിയില്ലെങ്കിൽ ഇളയവളെ കൊണ്ട് മാത്രമേ നന്ദനിനി മടങ്ങൂ. കണക്ക് പറയിക്കും ഞാൻ. എണ്ണി എണ്ണി ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും എൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരും. കടപ്പല്ലം ഞെരിച്ചുകൊണ്ട് അവൻ മുറ്റത്തേക്കിറങ്ങി. സരസ്വതിയമ്മയാണെങ്കിൽ ലച്ചുവിൻ്റെ വീട്ടുകാരോട് സംസാരിച്ച് നിൽക്കുന്നത് അവൻ കണ്ടു. ഉള്ളിലെ ദേഷ്യവും പകയും മറച്ചു വെച്ചുകൊണ്ട് നന്ദൻ അമ്മയുടെ അരികിലേക്ക് ചെന്നു. അമ്മേ, എന്താ മോനെ? ഒന്നിങ്ങി വരൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ വരാട്ടോ. മകൻ വിളിച്ചപ്പോൾ അവർ വേഗം തന്നെ അവൻ്റെ കൂടെ പോയി. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മകൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവർ. അമ്മേ, നാളെ എൻ്റെ വിവാഹ നിശ്ചയം നടക്കേണ്ടതായിരുന്നു ഇവിടെ. ഈ കാണുന്ന പന്തലിൽ ഞാനും ലച്ചുവുമായിരുന്നു ഇരിക്കേണ്ടത്. എല്ലാവരുടെയും മുൻപിൽ ഞാൻ പരിഹാസ്യനായില്ലേ? അത്യധികം സങ്കടത്തോടെ നന്ദൻ അമ്മയോട് പറഞ്ഞു. സരസ്വതിയുടെ മുഖത്തെ ഭാവമാറ്റങ്ങളൊക്കെ കണ്ടതും അവൻ്റെ ഉള്ളിലെ തന്ത്രങ്ങളെല്ലാം അപ്പാടെ പുറത്തു വരികയായിരുന്നു. ആ, അതൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അശോകും ലച്ചുവുമാണ് ഒന്നാ വേണ്ടത്. അത് ഈശ്വരൻ എത്രയും പെട്ടെന്ന് നടത്തിക്കൊടുക്കും. നമുക്ക് വിധിച്ചത് ആരായാലും ആ കുട്ടി തന്നെ നമ്മുടെ കുടുംബത്തിൽ എത്തിച്ചേരട്ടെ, അല്ലേമ്മേ? അവനൊന്ന് ദീർഘമായി നിശ്വസിച്ചു. സരസ്വതിക്ക് മകൻ്റെ വാചകങ്ങൾ കേട്ടപ്പോൾ സങ്കടമായി. അവൻ്റെ മനസ്സിൽ നല്ല വിഷമമുണ്ടെന്ന് അവർക്കറിയായിരുന്നു. ലച്ചുവിനെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടാണെങ്കിലും തൻ്റെ മകൻ ഒരുപാട് സ്നേഹിച്ചിരുന്നുവെന്ന് അമ്മയ്ക്ക് വ്യക്തമാണ്. അവൻ്റെ സഹപ്രവർത്തകരോടൊക്കെ ജാതകം അനുയോജ്യമല്ല എന്നുള്ള കാരണങ്ങളാണ് അവൻ പറയുന്നത്. സരസ്വതിയും ഗുപ്തനായരും കേൾക്കുന്നുണ്ടായിരുന്നു. അശോകൻ്റെ വിവാഹ നിശ്ചയത്തിന് വരാൻ പോലും അവർക്കതുകൊണ്ട് മനസ്സില്ല. പക്ഷെ ബാലകൃഷ്ണൻ്റെ നിർബന്ധം കൊണ്ടാണ് തങ്ങൾ മൂവരും ഇവിടെ എത്തിയത്. നന്ദനായിരുന്നു നേരെ വാശി. ഇവിടെ എത്തണമെന്നും ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്നും. ഇല്ലെങ്കിൽ അശോക് കരുതും അവനോടും ലച്ചുവിനോടും തങ്ങൾക്കെല്ലാവർക്കും ദേഷ്യം പിണക്കവുമാണെന്ന്. അതും പറഞ്ഞുകൊണ്ടാണ് നന്ദൻ അച്ഛനെയും അമ്മയും കൂട്ടി പുറപ്പെടാൻ തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ അമ്മയ്ക്ക് സങ്കടമായോ? സോറി അമ്മേ. നന്ദൻ അവരുടെ മുൻപിൽ ഒരു ക്ഷമാപണം കൂടി നടത്തി. നീ നിർബന്ധിച്ചുകൊണ്ടാ സത്യം പറഞ്ഞ ഞങ്ങൾ വന്നതുപോലും.
ഇല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. എനിക്കൊട്ടും താല്പര്യവുമില്ല. സരസ്വതി ഉള്ളിലെ തേങ്ങൽ അടക്കിക്കൊണ്ട് പറഞ്ഞു. അതൊന്നും സാരമില്ലമ്മേ. അശോക് എത്രയായാലും നമുക്ക് പ്രിയപ്പെട്ടവനല്ലേ. അവനെ കരുതിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അമ്മയ്ക്കറിയാലോ ഞാനും അവനും തമ്മിലുള്ള അടുപ്പം. നന്ദൻ മന്ദഹസിച്ചു. എന്തെങ്കിലും കാരണം പറഞ്ഞ് നമുക്കിവിടെ നിന്നും മടങ്ങിയാലോ മോനെ? ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചെന്ന് വല്ലതും പറയാം. പെട്ടെന്ന് സരസ്വതി അമ്മ അവനോട് ചോദിച്ചു. ചേ, ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്? തിരികെ മടങ്ങാനോ? അതും ഇന്ന്? ചടങ്ങൊക്കെ കഴിഞ്ഞ് നമുക്ക് നാളെ ഉച്ച തിരിഞ്ഞു പോകാം, അവൻ പറഞ്ഞു. തനിക്ക് മനസ്സുകൊണ്ട് എതിർപ്പായിരുന്നുവെങ്കിൽ പോലും സരസ്വതി മകൻ്റെ വാക്ക് കേട്ടുകൊണ്ട് അവിടെ കൂടാൻ തീരുമാനിച്ചു. അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ അമ്മയോട്. അമ്മ ഏത് രീതി പ്രതികരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ കാര്യം അമ്മയോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ അതെനിക്കൊരു മനസാക്ഷിക്കുത്തിനിടയാകും. ഞാൻ വാര്യങ്ങളോട് ഈ കാര്യം ഇപ്പോൾ സംസാരിച്ചു. സരസ്വതി നന്ദനെ നോക്കി. നീ എന്താണ് മോനെ പറഞ്ഞു വരുന്നത്? നിനക്ക് അമ്മയോട് തുറന്നു പറയാൻ ഇങ്ങനൊരു മുഖവുരയുടെ ആവശ്യമുണ്ടോ? ഏയ്, അങ്ങനെ വലിയ കാര്യമൊന്നുമില്ലമ്മേ. അമ്മയ്ക്കും അച്ഛനും ദേവൂട്ടിയല്ലേ ഇഷ്ടമായത്. നമുക്കവളെ കൃഷ്ണമംഗലത്ത് കൊണ്ടുപോയാലോ? എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ മാത്രം. നന്ദൻ അമ്മയെ നോക്കി. അമ്മയുടെ മുഖത്ത് ഒരുപാട് ഭാവങ്ങൾ മിന്നി മറയുന്നുണ്ട്. എന്തായാലും അവർക്ക് സന്തോഷമായി എന്ന് അവൻ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. മോനെ, നീ പറയുന്നത് സത്യമാണോ? വാര്യ എന്തു പറഞ്ഞു എന്നോട്? ടീച്ചർ ആ കുട്ടിയെ ഞങ്ങൾക്ക് നൽകണേ, പൊന്നു പോലെ നോക്കിക്കോളാം. സരസ്വതി മകൻ്റെ കരം ഗ്രഹിച്ചുകൊണ്ട് മേൽപോട്ട് നോക്കി. അങ്കിൾ പ്രത്യേകിച്ചൊന്നും എന്നോട് പറഞ്ഞില്ലമ്മേ. വീട്ടിൽ ആലോചിക്കാന്നേ സൂചിപ്പിച്ചുള്ളൂ. അമ്മ ദേവൂട്ടിയോട് ചോദിച്ചു നോക്ക്. അവൾക്കിഷ്ടമായെങ്കിൽ നമുക്ക് മുൻപോട്ട് പോയാൽ പോരെ. ഇല്ലെങ്കിൽ ഇനിയും ഞാൻ നാണം കെടും. അതുമാത്രം എനിക്കിനി വയ്യ. ഇല്ലടാ, ഒരിക്കലും ആ കുട്ടി നിന്നെ തള്ളിപ്പറയില്ല. എനിക്ക് ഉറപ്പുണ്ട്. ഒരുപാട് നന്മകളുള്ള നല്ലൊരു കുട്ടിയാണവൾ. അമ്മയാണെങ്കിൽ ദേവുവിനെ പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോൾ വാചാലയായി. എന്നാലും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും സങ്കല്പവും ഇല്ലേമ്മേ. അതുകൊണ്ട് ആദ്യം നമുക്ക് ദേവുവിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോയെന്നറിയണം. അങ്ങനൊന്നുള്ള കുട്ടിയല്ലവള്. ലച്ചു അശോകും തമ്മി അങ്ങനെ ഉണ്ടായിരുന്നു എന്നത് ശരി എന്ന് കരുതി ദേവുവിനെക്കുറിച്ച് എൻ്റെ മോൻ അങ്ങനെ ഒന്നും ഓർക്കണ്ട. അമ്മയ്ക്ക് എന്ത് ഇഷ്ടമാണെന്നോ അവളെ? സരസ്വതിയാണെങ്കിൽ മകനെ നോക്കി പറഞ്ഞു. ഞാൻ അവളോടൊന്ന് പറയട്ടെ ഈ കാര്യങ്ങൾ. എല്ലാം നടക്കും മോനെ, അമ്മയ്ക്ക് ഉറപ്പുണ്ട്. ആ കുട്ടി പാവമാണ്. നിന്റെ ഭാര്യയായി ദേവൂട്ടിയാണ് വരാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ വരാട്ടോ, മോനിവിടെ നിൽക്ക്. സരസ്വതി വേഗം അവിടുന്ന് പോയി. ദേവു എവിടെയെന്ന് നന്ദൻ തിരഞ്ഞെങ്കിലും അവിടെയൊന്നും അവന് കണ്ടെത്താനായില്ല. എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് വൃത്തിയും വെടുപ്പുമില്ലാതെ എവിടെയെങ്കിലും കാണും നാശം പിടിച്ചവൾ, അവൻ ഓർത്തു. ആ, ഇനി എന്തായാലും കാര്യങ്ങളൊക്കെ അമ്മ സ്മൂത്താക്കും. അത്രയ്ക്ക് വിശ്വാസത്തിലാണ് അമ്മ പോയിട്ടുള്ളത്. ആ കാര്യത്തിൽ ഇനി പേടി വേണ്ട, അതവൻ ഉറപ്പായിരുന്നു. പെട്ടെന്നാണ് നന്ദൻ മറ്റൊരു കാര്യം ഓർത്തത്. ഇനി ചേട്ടത്തിയെ പോലെ ഇവക്കും ആരോടെങ്കിലും പ്രണയമുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ശരി, നിന്നെയും കൊണ്ടേ ഈ നന്ദൻ ഇവിടുന്ന് പോകൂ. ഇതെൻ്റെ വാശിയാണ്, അവൻ മനസ്സിൽ ഉരുവിട്ടു. ഈ സമയത്ത് വാര്യരാണെങ്കിൽ ഭാര്യയെ വിളിച്ച് പിന്നാമ്പുറത്തേക്ക് മാറ്റി നിർത്തി നന്ദൻ അല്പം മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം അവതരിപ്പിക്കുകയാണ്. എല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുകയാണ് രമ. നന്ദൻ അതും തൻ്റെ ദേവൂട്ടിയെ ചോദിച്ചെന്നോ? കൊച്ചു കുട്ടിയല്ലേ അവള്? എടോ, ഞാൻ പറഞ്ഞത് ഇയാൾ വല്ലതും കേട്ടോ? ഭാര്യരാണെങ്കിൽ ഭാര്യയുടെ കൈത്തണ്ടയിലൊന്ന് അമർത്തി. എൻ്റെ ഈശ്വര, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ മാധവേട്ട? അല്പം കഴിഞ്ഞതും അവർ ഭർത്താവിനെ നോക്കി ചോദിച്ചു. തുടരും.